കഴിഞ്ഞ ദിവസം വേടന് അനുകൂലമായി ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു വിധിയിറക്കി. ആദ്യം തന്നെ ഈ കേസിനെ പറ്റി എന്റെ അഭിപ്രായം പറയും മുമ്പ് എന്റെ അഭിപ്രായത്തോട് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേടന്റെ കേസ് എന്താണെന്ന് വെച്ചാൽ വേടനെതിരെ ഒരു ബലാത്സംഗ പരാതി നിലനിന്നിരുന്നു. അതായത് പ്രണയിച്ച് നടന്ന കാലത്ത് തന്നെ സെക്സ്വലി ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അതെല്ലാം കഴിഞ്ഞ് വേടൻ തന്നെ ഉപേക്ഷിച്ചു പോകുകയും അതിനെ തുടർന്ന് താൻ മാനസികവും ശാരീരികവുമായി തകർന്നു പോയെന്നും ഡോക്ടറുടെ അടുത്ത് ചികിത്സ നേടി ഒട്ടേറെ നാളുകൾക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നെല്ലാം കാട്ടിയായിരുന്നു ഇരയായ യുവതിയുടെ അഭിഭാഷക കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി ഇതിന് മറുപടിയായി ഒരു ചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. അതായത് ഇരുവരും പ്രണയിച്ചു നടക്കുന്ന കാലത്ത് പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് വേടനും ചോദിച്ചത്. കോടതിയുടെ വിധി 100% ശരിയായാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് പ്രണയിക്കുന്ന ഒട്ടുമിക്ക കാമുകന്മാരും കാമുകിമാരും പരസ്പരം മറന്നാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് മറൈൻ ഡ്രൈവ് പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർ അവിടെ തന്നെ പരസ്പരം മറന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വകാര്യമായ നിമിഷങ്ങളിൽ അവരെങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. വേടന് എതിരെയുള്ള കേസ് ബലാത്സംഗം എന്ന് പറയാൻ കഴിയില്ല. കാരണം ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ വേണ്ടാത്ത ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്യുമ്പോഴാണ് അത് ബലാത്സംഗം ആകുന്നത്. പക്ഷേ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഇരുവരും പരസ്പര സമ്മതത്തോടെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത് ഒരാളോടും ലിമിറ്റ് വിട്ട് പ്രണയം കാണിക്കാതിരിക്കുക. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.